കൃത്യമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഒരു കല്യാണം കഴിഞ്ഞ് വധൂവരന്മാരിങ്ങനെ ഇറങ്ങി വരികയാണ്. ഏകദേശം 200ഓളം കല്യാണങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനോടകം തന്നെ ഇനിയിപ്പോൾ രാവിലെ 10 മണിയോടുകൂടി തന്നെ ഭൂരിഭാഗം കല്യാണങ്ങളും അവസാനിക്കും. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു സമയത്ത് 6 വിവാഹങ്ങൾ നടക്കുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം എളുപ്പത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളത്. അതല്ലാതെ നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതായത് ഈ മേഖലയിൽ, അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കിഴക്കേ നടയിൽ ഇവിടെ സാധാരണഗതിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുള്ളതാണ്. അത്രത്തോളം കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടാറുള്ളത്. ഇന്ന് കുറേ കല്യാണങ്ങളുടെ ദിവസമാണ്. അതെ, തിരക്കൊക്കെ ഉണ്ടാവുന്ന എത്രയും പ്രതീക്ഷിച്ചില്ല. അതൊരു റെക്കോർഡാണ് പറയുന്നത്. സുഖമായിരുന്നു. വലിയ വിചാരിച്ച പോലുള്ള തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. എവിടെന്നാ വരുന്നത്? ചെന്നൈന്ന് വരാം. നാട്ടിലെവിടെയാ? നാട്ടിൽ കോഴിക്കോട്. ഓക്കെ. അതായത് പ്രതീക്ഷിച്ച പോലെയുള്ള തിരക്കൊന്നും പലർക്കും അനുഭവിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു മണ്ഡപമാണ് ഇത്. പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപമാണ്. അതായത് സ്ഥിരം ഇവിടെയുള്ള മണ്ഡപമല്ല, 6ാമത്തെ മണ്ഡപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നേരത്തെ സ്ഥിരമായി ഇവിടെയുള്ളത് 4 മണ്ഡപങ്ങളാണ്. അതിന് പുറമെ ഒരു അഡീഷണൽ മണ്ഡപം കൂടി സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. അതിൽ പക്ഷേ തിരക്ക് കൂടുമ്പോൾ മാത്രമാണ് ഈ കല്യാണങ്ങളെല്ലാം തന്നെ നടക്കാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് 6ാമത്തെ മണ്ഡപമാണ് ഈ തൊട്ടടുത്ത് കാണുന്നത്. അങ്ങനെ ഇത്രത്തോളം ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾക്കും പ്രത്യേകം സൗകര്യങ്ങൾ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ആളുകളെ കൃത്യമായി തിരക്കില്ലാതെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഓരോ സമയത്തും ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ എന്തായാലും കൃത്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ ദർശനത്തിനും ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അതായത് സാധാരണഗതിയിൽ കിഴക്കേ നടയിൽ ദർശനമെല്ലാം തന്നെ നടത്തിയതിന് ശേഷം ഇവിടെ വന്ന് തൊഴുത ശേഷമാണ് എല്ലാവരും തന്നെ മടങ്ങി പോകാറുള്ളത്. പക്ഷേ ഇന്ന് ഇപ്പോൾ അത്രത്തോളം ആ ഭാഗത്തേക്കൊന്നും തന്നെ സാധാരണ ആളുകൾക്ക് എത്താനായി സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, അതായത് ഇത്രയധികം ആളുകൾ അവരുടെ ബന്ധുക്കളൊക്കെ എത്തുന്ന സമയത്ത് ഇവിടെ ഇനിയിപ്പോൾ സാധാരണ ക്ഷേത്ര ദർശനത്തിന് എത്താറുള്ള ആളുകൾ കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ വലിയ തിരക്കിന് കാരണമായേക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ദേവസ്വം അധികൃതർക്കുള്ളത്. എന്തായാലും ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ദേവസ്വം അധികൃതരും ഒരുക്കിയിട്ടുണ്ട്.